അപ്പോൾ ഗായ്സ് നമ്മളിതേ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് സോറി, ഞാൻ ഈ വോയിസ് കവർ ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. മീൻസ് അധികം കഴിഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് കവർ ചെയ്യാൻ പറ്റിയത് കേട്ടോ. ആൻഡ് സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ കുസാറ്റ് അമിറ്റി സെൻറ്ററിൽ നിന്നാണ് നമ്മൾ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളവിടെ എത്തി നമ്മൾ കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു. നമ്മുടെ ആമി നല്ല സാരി കൊടുക്കുന്ന സുന്ദരയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുസാറ്റ് കലോത്സവം എന്ന് പറയുന്നത് ആദ്യം ഒരു 8 സോൺസായിട്ട് തരംതിരിക്കും. അതിൽ ഓരോ സോൺ വൈസാണ് എല്ലാ കോമ്പറ്റീഷനും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രൊഫഷൻ ഇറങ്ങുമ്പോഴും ഓരോ സോൺ വൈസായിട്ടോ ഇറങ്ങുന്നത്. അതിൽ തെയ്യം, കഥകളി, ഈശോ, കൃഷ്ണൻ, അങ്ങനെ ഇഷ്ടമുള്ള വേഷത്തിൽ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മുടെ സോൺസിന് പോയിൻസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈദു എൻ്റെ നാടൻ പെൺകുട്ടിയായിട്ട് ഹാഫ് സാരി കൊടുക്കുന്ന സുന്ദരയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അണ്ണാൻകുഞ്ഞിനും വിച്ചുവിനും വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണാൻകുഞ്ഞിന് അതിൻ്റെ കുറച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീഭദ്ര നല്ല വെറൈറ്റി ആയിട്ട് നമ്മുടെ ഈസി ആയിട്ട് ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഒപ്പം വന്നത്. അപ്പോൾ ഞങ്ങൾ പ്രൊഫഷൻ്റെ ലൈനിൽ നടക്കുമ്പോൾ ശ്രീഭദ്ര ഞങ്ങളുടെ കൂടെ തന്നെ ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഫഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്ന് വെച്ചാൽ അമിറ്റി സെൻറ്ററിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലേക്ക് നടക്കുക. അവിടെ നിന്ന് തിരിച്ച് ഓപ്പണർ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടാണ് ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെയാണ് നമ്മൾ പ്രൊഫഷൻ കണ്ടക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ശ്രീഭദ്ര നമ്മൾ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമുക്കൊരു അപ്പൂപ്പൻ തടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രൊസഷൻ കഴിഞ്ഞ് നമ്മൾ ഇനോഗ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയ ശേഷം ഇച്ചിരി നേരം വഞ്ചിപ്പാട്ടും ചെണ്ടമേളവും കഥകളിയൊക്കെ പിന്നെയും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സോണും നല്ല ബഹളമായിരുന്നു കേട്ടോ. അവിടെ കിടന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു എല്ലാം കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ്റെ സമയത്ത് കളരിപ്പയറ്റും തെയ്യൊക്കെ ചെറുതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ ചെയർപേഴ്സൺ ഒന്ന് സംസാരിച്ചു. അത് കഴിയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ ഡയറക്ടർ തരുമൂർത്തി സാറും ഒന്ന് സംസാരിച്ചു. അങ്ങനെ എല്ലാവരുടെയും സ്പീച്ചൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സോണിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ സോൺ 8 ഫസ്റ്റ് കിട്ടിയത്. സെക്കൻഡ് കിട്ടിയത് ഞങ്ങളുടെ സോണായിരുന്നു, സോൺ 3. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ.